സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ ഗോഡ്സില്ല എക്സ് കോങ് പടം ഇപ്പോൾ OTT-യിലൂടെയും വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പടം ഒരു ഇത് ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ക്രിറ്റിക്സിന്റെ കയ്യിൽ നിന്ന് അങ്ങിങ്ങായി കുറേയൊക്കെ ശരിയാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി ബോക്സ് ഓഫീസിൽ ടാറുമാറായിരുന്നു പടം. സോ അതുകൊണ്ട് തന്നെ അറിയാലോ പടത്തിന് ഇനിയും സീക്വൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല, ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോഡ്സില്ല എക്സ് കോങ്ങിന്റെ ഒരു സീക്വൽ അല്ലെങ്കിൽ മോൺസ്റ്റർവേഴ്സിന്റെ ഒരു ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺസ്റ്റർവേഴ്സിന് ഇനി ഇവർ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ ഫേസ് ആയിട്ട് തിരിച്ച് കൃത്യമായിട്ട് പടങ്ങൾ ഇറക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുവരെ അവരുടെ ഒരു ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പടത്തിന്റെ ബോക്സ് ഓഫീസിൽ ഒരു പ്രകടനത്തെ നോക്കിയും കാണികൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു മൈൻഡൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ അടുത്ത പടത്തിന് വേണ്ടിയിട്ടുള്ള പേന കയ്യിലെടുക്കുള്ളൂ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇനി മുതൽ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ എവിടെ ഏതൊക്കെ പടങ്ങൾ പ്ലേസ് ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലായിരിക്കും പടങ്ങൾ ഇറക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. സംഭവം നല്ലൊരു പരിപാടിയാണ്. കാരണം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഗോഡ്സില്ല എക്സ് കോങ് എടുത്താലും ഇപ്പോൾ ഗോഡ്സില്ല വേഴ്സസ് കോങ് എടുത്താൽ പോലും ഒരുപാട് കണ്ടിന്യൂറ്റീവ് മിസ്റ്റേക്സുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഒരു പരിധിവരെ ഇതിനൊക്കെ മാറ്റുവാനായിട്ട് ഈ ഒരു തീരുമാനം കൊണ്ട് സാധിക്കേണ്ടതാണ്. ഫേസ് ആയിട്ട് തിരിച്ച് മോൺസ്റ്റർവേഴ്സ് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ഒരു വലിയ സംഭവമായിട്ട് മാറുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MCU പോലെ വലിയൊരു സ്കെയിലിൽ അത്രയും വലുതാക്കി കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. ഒരു 5-6 പടങ്ങൾക്കുള്ളിൽ തന്നെ ഇതങ്ങ് തീർക്കുവാനുള്ള ഒരു ഐഡിയയിലാണ് ഇവർ ഇറക്കുന്നത്. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഏതൊക്കെ പടങ്ങൾ എത്രയൊക്കെ പടങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. മോത്രയ്ക്ക് വേണ്ടി തനിയൊരു സീരീസ്, പിന്നെ നമ്മുടെ മൊണാർക്കിന്റെ സീസൺ 2, പിന്നെ കോങ് സ്കൾ ഐലൻഡിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ സീരീസ്, പിന്നെ നമ്മുടെ ഗോഡ്സില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു തന്നെയുള്ള ഒരു പടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പടങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. ഏതൊക്കെ എപ്പൊക്കെ വരുമെന്ന് നോക്കാം. അടുത്തായിട്ട് വരാൻ പോകുന്ന പടം, അതായത് ഗോഡ്സില്ല എക്സ് കോങ്ങിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന പടം എത്രയും പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ WB എത്തിയിട്ടുണ്ട്. സോ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ നമുക്ക് ഗോഡ്സില്ല എക്സ് കോങ്ങിന്റെ ഒരു സീക്വൽ തന്നെയാണോ എന്നറിയില്ല, അതോ ഗോഡ്സില്ലയെ ബേസ് ചെയ്ത് മാത്രം ഇറങ്ങാൻ പോകുന്ന പടമാണോ എന്നറിയില്ല. എന്തായാലും മോൺസ്റ്റർവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം അടുത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 2 വർഷത്തിനുള്ളിൽ. സോ ഈ പടത്തിന്റെ റൈറ്ററെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്, ഡേവ് കാലഹൻ. അതായത് നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനൊക്കെ നല്ലോണം ഫോളോ ചെയ്യുന്നവർക്ക് ഈ പേര് അത്ര പുതിയതായിരിക്കില്ല. നമ്മുടെ ഷാങ്ചിയുടെ ഒക്കെ റൈറ്റർ. സോ അദ്ദേഹമാണ് ഇപ്പോൾ ഈ പടത്തിന്റെ റൈറ്ററായിട്ട് സാധനം ഏറ്റിട്ടുള്ളത്. മോൺസ്റ്റർവേഴ്സിലോട്ടുള്ള പുള്ളിയുടെ എൻട്രി ഇത് ആദ്യമായിട്ടല്ല. ഗോഡ്സില്ല കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് പടം എടുത്തു കഴിഞ്ഞാൽ ആ പടത്തിൽ ആദ്യം സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് പരിഗണിച്ചത് പുള്ളിയായിരുന്നു. എന്നാൽ പുള്ളി കൊടുത്ത ഐഡിയ അത്ര ഇംപ്രസീവായിട്ട് തോന്നാത്തതുകൊണ്ട് പുള്ളി അവസാനം മാറ്റപ്പെടുകയാണ്. എന്നാൽ പോലും അവസാനം ക്രെഡിറ്റ്സിൽ പുള്ളിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഷാങ്ചി സിനിമ എടുത്തു കഴിഞ്ഞാൽ പോലും അതിന്റെ ക്ലൈമാക്സിൽ ഒരു കൈജു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്, മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ്. സോ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് CGI മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും ആ റൈറ്റിംഗിൽ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് ഈ മോൺസ്റ്റർവേഴ്സ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു റൈറ്റർ തന്നെയായിട്ട് തോന്നുന്നു. സോ ഓൾറെഡി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഗോഡ്സില്ല വേഴ്സസ് കോങ് ആയാലും ഗോഡ്സില്ല എക്സ് കോങ് ആയാലും കൂടുതൽ ഫോക്കസ് പോയിട്ടുള്ളത് കോങ്ങിലോട്ടാണ് എന്നുള്ളത് കൊണ്ടും ഗോഡ്സില്ലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം ഇപ്പോൾ ഫാൻസ് അത്യന്തികമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടും അടുത്ത പടം എന്തായാലും ഒരു ഗോഡ്സില്ല ഫോക്കസ്ഡ് പടമായിരിക്കും എന്നുള്ളൊരു കാര്യം മുമ്പേ അറിഞ്ഞിട്ടുള്ളതാണ്. സോ ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് പടത്തിലൊക്കെ വർക്ക് ചെയ്തൊരു പരിചയം തീർച്ചയായിട്ടും ഇവിടെ ഗുണം ചെയ്യും. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ റൈറ്റർ ഏകദേശം കൺഫേം ആയ സമയത്ത് ഡയറക്ടറിന്റെ കാര്യത്തിലാണ് മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ ആഡം വിങ്ങാർഡ് അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് റിട്ടേൺ ആവില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ മോൺസ്റ്റർവേഴ്സിനെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയം ആക്കിയിട്ടുള്ള 2 പടങ്ങൾ കൊടുത്ത ആഡം വിങ്ങാർഡ് തന്നെ ആയിരിക്കും ഒരു ട്രിലോഗി പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3ാമത്തെ പടവും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരിക എന്നുള്ളത് ആയിരുന്നു ഇത്ര നേരം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു പുള്ളി A24ന്റെ 2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ മോൺസ്റ്റർവേഴ്സിലോട്ട് പെട്ടെന്നൊരു റീ എൻട്രി സാധ്യമല്ലെന്നും പുള്ളി തന്നെ പറയുമായിരുന്നു. എന്നാൽ പോലും WB ആഡം വിങ്ങാർഡ് അങ്ങനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവും തോന്നുന്നില്ല. ചിലപ്പോൾ ഈ മോൺസ്റ്റർവേഴ്സിന്റെ അവസാനിക്കാനായിട്ട് പോകുന്ന പടങ്ങൾ ഇപ്പോൾ MCUടെ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിം പോലുള്ള 2 പടങ്ങൾ ചിലപ്പോൾ മോൺസ്റ്റർവേഴ്സിനും ഉണ്ടാവും. സോ ആ പടങ്ങളിലേക്ക് ആഡം വിങ്ങാർഡിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്, അറിയത്തില്ല, കണ്ടറിയാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടൊരു ബാഡ് ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആഡം വിങ്ങാർഡിന്റെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കണ്ടിരിക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. ഒരു പോപ്കോണൊക്കെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയാണെങ്കിൽ കൂടും ഒരു വലിയൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് ബിൽഡപ്പ് ആവുന്ന രീതിയിൽ അവിടെ വരേണ്ട കുറേ ഇമോഷൻസും ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ മിസ്സാവുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് ഭയങ്കര ഡാർക്കായി പോയി. ഗോഡ്സിലേക്ക് ഒന്ന് കാണട്ടെ, ഒന്ന് വെളിച്ചത്തോട്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെയുള്ള പടങ്ങൾ നട്ടുച്ചയ്ക്കാണ് ഗോഡ്സിലേക്ക് കൊണ്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതൊരു മോശം കാര്യമായിട്ട് പറയുന്നതല്ല, പക്ഷെ പലപ്പോഴും ഗോഡ്സില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫിയർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം പല സ്ഥലത്തും മിസ്സാവുന്ന പോലെ ചാടി മറിഞ്ഞൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഗോഡ്സിലേക്ക് കാണുമ്പോൾ മാത്രമല്ല ഗോഡ്സിലേക്ക് ഒരു ടെറർ കൊണ്ടുവരാനായിട്ട് പഴയ പോലെ സാധിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്ന പോലെ പല സ്ഥലത്തും തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത പടം അതൊരു ഗോഡ്സില്ല എക്സ് കോങ്ങിന്റെ സീക്വൽ ആണോ എന്നറിയത്തില്ല. ചിലപ്പോൾ ഗോഡ്സില്ലയെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പടം ആവാനും സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ ഒരു പടം വരുമ്പോൾ അതിലൊരു പുതിയ റൈറ്ററും ഡയറക്ടറിനും വെച്ച് പുതിയൊരു പെർസ്പെക്റ്റീവിൽ ഒരു പടം എടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിലും അത് തന്നെയാണ് നല്ലത്. കാരണം ഇനി ഒരു ടീം അപ്പ് പടം വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഗോഡ്സില്ലേക്കും അതിൻ്റെതായ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. കാരണം കോങ്ങിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം സെറ്റാണ്. കോങ് ഒരു റൈസും ഒരു ഫോളോ ഒക്കെ അഭിമുഖീകരിച്ച് ഇപ്പോൾ ഒരു സെറ്റ് ക്യാരക്ടർ ബിൽഡപ്പ് കോങ്ങിന് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ബട്ട് ഗോഡ്സില്ലയുടെ കേസിൽ ഒന്നുമില്ല, ചുമ്മാ വരെ പോകുന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. സോ എന്തായാലും മോൺസ്റ്റർവേഴ്സിനെ ഒരു സീരീസ് ആയിട്ട് കാണാൻ തുടങ്ങിയ സ്ഥിതി, അതായത് കൃത്യമായിട്ട് ഫേസ് ഒക്കെ വെച്ച് അവർ കൃത്യമായിട്ട് പടങ്ങൾ ഇറക്കാനായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് കടന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഗോഡ്സില്ലേക്കും അതിൻ്റെതായ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആഡം വിങ്ങാർഡും ഒരു കോങ് ഫാനാണ്. സോ അതുകൊണ്ട് തന്നെ തന്റെ ആദ്യത്തെ 2 പടങ്ങളും കോങ്ങിനെ ഫോക്കസ് ചെയ്ത് എടുത്തുവെന്നും ഇനി അടുത്ത പടം എന്തായാലും ഗോഡ്സില്ലയെ ഫോക്കസ് ചെയ്ത് എടുക്കാനാണ് ആഗ്രഹമെന്ന് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളി ഇപ്പോൾ റിട്ടേൺ ആവുന്നില്ലെങ്കിലും പുള്ളിയുടെ ആ ഒരു ഐഡിയ WB സീരീസ് ആയിട്ട് എടുക്കുമെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ അതൊക്കെയാണ് മോൺസ്റ്റർവേഴ്സിന്റെ ഒരു ഭാവിയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? പണ്ടത്തെ പോലെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കുറച്ചുകൂടെ ടെററായിട്ടൊക്കെ ഗോഡ്സില്ലേ കാണിക്കുന്നതാണോ,
നല്ലതാണോ അത് ഇപ്പോഴത്തെ പോലെ ആ കളർഫുൾ മോഡിൽ തന്നെ പോകുന്നതാണോ, മോൺസ്റ്റർ വേഴ്സ് പോകുന്നതാണോ നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും